ഇറ്റ് സീംസ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിലും, അതിപ്പോൾ സ്കൂളാണേലും ഹൈസ്കൂളാണേലും ഈവൻ ചർച്ചുകൾ, പള്ളികളിലാണെങ്കിലും അവർ ഈ വൈറലായിട്ടുള്ള 6-7 എന്ന് പറയുന്ന ആ ട്രെൻഡിൻ്റെ പുറകിൽ പോയിരിക്കുക. അത് വളരെ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ 2025 വേർഡ് ഓഫ് ദ ഇയർ, ആ വർഷത്തിൻ്റെ വാക്ക് എന്ന ഒരു പദവിയും അതിന് ലഭിച്ചു. പല മാതാപിതാക്കളും യൗവനക്കാരും എന്നോട് ചോദിക്കുകയുണ്ടായി, ഇത് ശരിക്കും ശരിയാണോ? കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കാം ഇതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല, അത് മുതിർന്നവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന്. പക്ഷേ എന്തു തന്നെയായാലും ഈ പദപ്രയോഗത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ പിമ്പിൽ നിഗൂഢവും അന്ധകാരം നിറഞ്ഞ ചില എലമെൻറ്റുകളുണ്ട്. ശരിക്കും ഇത് പൈശാചിക മണ്ഡലവുമായിട്ട് കണക്റ്റഡ് ആണോ? ഇതിങ്ങനെ പറയുന്നതിലൂടെ എന്തെങ്കിലും അപകടമുണ്ടോ? കീപ് വാച്ചിങ്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ സന്ദേശത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു 20. പല ചെറുപ്പക്കാരും പറയുമായിരിക്കും ഈ 6-7 എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു ട്രെൻഡ് ഒരു വൈറലായിട്ടുള്ള ഒരു ബ്രെയിൻ റോട്ട് മീമാണെന്ന്. അതായത് വലിയ അർത്ഥമൊന്നുമില്ല, ഇതിങ്ങനെ റെപ്പറ്റേറ്റീവായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരു പ്ലേഫുള്ളായിട്ടുള്ള രീതിയിലാണ് പറയുന്നതും അതിൻ്റെ കൂടെ കൈകൊണ്ട് കാണിക്കുന്ന ഒരു ആംഗ്യ ഒരു പ്രയോഗവുമുണ്ട്. അത് കുഞ്ഞുങ്ങൾ മനസ്സിലാകാതെയാണ് അത് ചെയ്യുന്നതും. ഈ 6-7 എന്ന് പറയുന്ന ഈ ട്രെൻഡ് തന്നെ തുടങ്ങുന്നത് സ്ക്രില്ല എന്ന് പറയുന്ന ഒരു റാപ്പറിൻ്റെ പാട്ട്, അത് ദൂത്ത് ദൂത്ത് എന്ന് പറയുന്ന ആ ഒരു പാട്ടിൽ നിന്നാണ്. സ്ക്രില്ല പക്ഷേ ഒരു മ്യൂസീഷ്യൻ, ഒരു പാട്ടുകാരൻ മാത്രമല്ല. താൻ വ്യക്തമായി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് തനിക്ക് ഒക്കൾട്ടുമായി, പൈശാചിക ആ ഒരു മണ്ഡലവുമായിട്ടും തനിക്ക് ആഴമേറിയ കണക്ഷൻ ഉണ്ടെന്ന്. സ്ക്രില്ല എന്ന് പറയുന്ന റാപ്പർ സാന്റേറിയ എന്ന് പറയുന്ന ഒരു സിൻക്രറ്റിക് റിലീജിയൻ, അതായത് ആഫ്രിക്കൻ യൊറൂബ പാരമ്പര്യങ്ങളും റോമൻ കത്തോലിക് മതത്തിൻ്റെയും കൂടെ എല്ലാം കൂടെ ചേർത്ത് കുഴച്ചുണ്ടാക്കിയ ഒരു സിൻക്രറ്റിക് മതമാണ് സാന്റേറിയ. അതുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്ന ആളാണ് ഈ സ്ക്രില്ല. സ്ക്രില്ല തുറന്നു തന്നെ സമ്മതിച്ചിട്ടുണ്ട് താൻ ഈ പൈശാചിക ശക്തികളെ ആരാധിക്കുമെന്നും പിന്നെ കോഴികൾ, ആടുകൾ, എലികളെയൊക്കെ ഈ പൈശാചിക ആത്മാക്കൾക്ക് യാഗമായി താൻ അർപ്പിക്കുന്നെന്നും. സ്ക്രില്ല ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്യാങ് കൾച്ചറിൻ്റെയും കൂടെ ഭാഗമാണ്. അപ്പം ഒരിക്കലും ഒരു പോഡ്കാസ്റ്റിൽ ഇൻ്റർവ്യൂവിൽ തന്നോട് ഇൻ്റർവ്യൂവർ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ, ഞാനതിപ്പോൾ കാണിക്കാം. താൻ പറഞ്ഞു, ഐ ആം എ സാൻറ്റോ, ഞാനൊരു സാൻറ്റോ ആണെന്നും ഞാൻ പാലോ നടത്തുന്നുണ്ടെന്നും ഞാൻ ആടുകളെയൊക്കെ യാഗമായി അർപ്പിക്കുന്നെന്നും. അപ്പോൾ ഇൻ്റർവ്യൂവർ ചോദിച്ചു, ആടുകളെ യാഗമായി അർപ്പിക്കുന്നുണ്ടോ? അപ്പോൾ താൻ പറഞ്ഞു, ആടുകളെ മാത്രമല്ല, കോഴികൾ, എലികൾ ഇവയൊക്കെ ഞാൻ യാഗമായി അർപ്പിക്കും, പക്ഷേ ഇതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് താൻ പറഞ്ഞത്. എന്തായാലും ആ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കി. Religion exactly do you represent? I'm a Santo. I do Palo. I'm a Santo. What's that mean exactly? All that sacrificing goats and all that's just real life. You sacrificed a goat? I sacrifice goats, chickens, mice. I'm not allowed to explain it how you want me to explain it. I think അവിടെ പലോ എന്ന് താൻ പറഞ്ഞത് ഹാവിങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ദ ഡെവിൾ, അതായത് പിശാചുമായിട്ട് നേരിട്ടൊരു കണക്ഷൻ തനിക്കുണ്ട് എന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മ്യൂസിക് എന്ന് പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ്. ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു ദാനമാണ് മ്യൂസിക്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മ്യൂസിക് ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മ്യൂസിക്കും ഇൻസ്ട്രുമെൻസും വാദ്യ ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ബൈബിളിൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നില്ലേ, ദൈവത്തെ സ്തുതിക്കുവാൻ വാദ്യ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ദൈവം എന്തെല്ലാം നല്ലതായിട്ടുണ്ടാക്കിയോ അതിനെ പിശാച് ഡിസ്റ്റോർട്ട് ചെയ്യാൻ ശ്രമിക്കും, കൂട്ടിമാറ്റുവാൻ ശ്രമിക്കും. അതുകൊണ്ട് പിശാച് ഈ മ്യൂസിക്കിനെ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കും. ഇപ്രകാരമുള്ള ചില ഫ്രേസുകളും പദപ്രയോഗങ്ങളും പിന്നെ പൈശാചിക ടോണുകളും ഒക്കെയുള്ള ചില പദപ്രയോഗങ്ങളും എല്ലാം ഉപയോഗിച്ച് ആ മ്യൂസിക്കും ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കും. അങ്ങനെ പൈശാചിക മണ്ഡലത്തിലേക്ക് തുറക്കുന്ന കവാടങ്ങളായി തീരും ഇപ്രകാരമുള്ള ചാൻഡിങ്, ഉരുവിടലൊക്കെ. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയായിരിക്കും ജോൺ റമീരസ് എന്ന് പറഞ്ഞ എക്സ് സെറ്റനിസ്റ്റ്, അതായത് സാത്താൻ്റെ മതത്തിലെ ഒരു ഹൈ റാങ്കിങ് സോഴ്സർ, അതായത് കൂണോത്രമൊക്കെ ചെയ്യുന്നതിനെ ഏറ്റവും ഹയസ്റ്റ് റാങ്കിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. ചില സോഴ്സസ് പറയുന്നത് താൻ ഒരു പുരോഹിത സ്റ്റാറ്റസും കൂടെ ആയിരുന്നു ആ സാത്താൻ്റെ ആ മത സിസ്റ്റത്തിൽ. താനാണ് ഔട്ട് ഓഫ് ദി ഡെവിൾസ് കോൾഡ്രൺ എന്ന് പറയുന്ന പുസ്തകമൊക്കെ എഴുതിയത്. താൻ ഈ 6-7 എന്ന് പറയുന്ന ഈ ഉരുവിടലിൻ്റെ പിമ്പിലുള്ള യഥാർത്ഥ അർത്ഥം എന്തെന്നുള്ളത് താൻ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സന്ദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. The 6-7 is demonic entities. 6 is owned by Ogun. Ogun's probably the father of steel, metal. And Jeremiah is number 7, the mother of the ocean and the molasses.
You're chanting 6. You're chanting the number 6. You're chanting the demonic deity, that monster into your house. And this is the catch-22. When you chant 7, you're chanting that devil Jemayah. That's a marine spirit, a water spirit of the ocean that you're chanting into your house. It's a format, it's a transfiguration of a Jezebel. If I say 6, 7, I'm replacing the names with numbers, because the numbers mean the names. So you bring in that demonic force into your life, because this is what they do. They want you to chant the numbers, and then the numbers replaces the names. And the names of those deities and the principalities, they come straight to your house. That's why they go 6, 7. 6 Ogun, 7 Jeremiah. So when you say 6, 7, you actually saying in your language, in the demonic world, in the spirit realm, you saying Ogun, Jeremiah, Ogun, Jeremiah, Ogun, Jeremiah. And they're listening. And that is an invitation that you are going to regret, to bring those monsters, those principalities into your life. You are giving them rights over your life to the demonic world. അപ്പോൾ ഈ ജോൺ റമീറസ് പറയുന്നത് ഈ 6, 7 എന്ന് പറയുന്ന 6, 7 എന്ന് പറയുന്ന നമ്പേഴ്സ്, ആ സംഖ്യകൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് യൊറൂബ പാരമ്പര്യത്തിലെയും സന്റേറിയയ്ക്കകത്തൊക്കെയുള്ള ചില പ്രത്യേകതരം പൈശാചിക ദൈവങ്ങൾ, പൈശാചിക ആത്മാക്കളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 6 എന്ന് പറഞ്ഞാൽ, 6 എന്ന് പറഞ്ഞാൽ ഒഗുൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ദൈവം, യുദ്ധവും അധ്വാനം അതെല്ലാമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. 7 അല്ലെങ്കിൽ 7 എന്ന് പറയുന്നത് യമായ എന്ന് പറയുന്ന ആത്മാവ്, അതാണ് സമുദ്രത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ഒക്കെ ആത്മാവ്, അല്ലെ അവരുടെ ആ ദൈവം. അപ്പോൾ ആ പേരുകൾക്ക് പകരം ഈ നമ്പേഴ്സ്, ഈ സംഖ്യകൾ ഉപയോഗിക്കുമ്പോൾ, അതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉരുവിടുമ്പോൾ, ചാൻറ്റ് ചെയ്യുമ്പോൾ, ആ പറയുന്ന ദുഷ്ടപൈശാചിക ശക്തികൾ നേരിട്ട് നിങ്ങളുടെ ഭവനങ്ങളിലോട്ടോ അല്ലെങ്കിൽ പറയുന്ന ആളുടെ ആ പരിസരത്തിലോട്ടോ കടന്നു വരാം. സ്ക്രില്ല പാടിയ ആ പാട്ട് തന്നെ ഒരു റിച്വൽ ചാൻറ്റ്, അതായത് ഇങ്ങനെയുള്ള ഉരുവിടല, ഈ പൈശാചിക മണ്ഡലത്തിലേക്ക് വാതിൽ തുറക്കുവാനായിട്ടുള്ള രീതിയിൽ ആത്മാക്കളെ എഴുന്നള്ളിക്കുന്ന ഒരു പാട്ടാണ് താൻ പാടിയത്. സ്ക്രില്ല ഇതും ഡിസ്കസ് ചെയ്തു. യൊറൂബ റിലീജിയൻ അല്ലെങ്കിൽ യൊറൂബ ആ മതം ഉപയോഗിച്ച് എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയുടെ മേൽ ബാഡ് സ്പിരിറ്റ്സ്, പൈശാചിക ആത്മാക്കളെ ആ വ്യക്തിയിലേക്ക് അയക്കുവാനൊക്കെ പറ്റുന്നതെന്നെല്ലാം താൻ വ്യക്തമാക്കി. നമ്മൾ ഇന്നസെൻ്റായി, ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല, പ്ലേഫുള്ളായി, ഇതൊക്കെ ചുമ്മാതെ പിള്ളേരെ കളിക്കുന്നതാ എന്ന് നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അന്ധകാരത്തിൻ്റെ വാതിലുകളെ തുറക്കുന്ന കാര്യങ്ങളാണ്. ഈ വൈറലായിട്ടുള്ള 6, 7 ട്രെൻഡ് തന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല എന്ന് തോന്നാം. പക്ഷേ അതിൻ്റെ ഉത്ഭവങ്ങളുടെ പിമ്പിൽ ഒരു ഹിഡൻ അജണ്ട, ഒളിഞ്ഞിരിക്കുന്ന ഒരു അജണ്ടയുണ്ട്. വഞ്ചനയിലും അതുപോലെ തന്നെ പൈശാചിക ഒക്കൾട്ട് സിസ്റ്റത്തിലും വേരൂന്നിക്കിടക്കുന്ന ഒരു കാര്യമാണത്. ഈ നമ്പേഴ്സ്, ഈ സംഖ്യകളെന്ന് പറയുന്ന ഒരു ഗെയിമൊന്നുമല്ല, അത് ആത്മീക ശക്തികളുമായിട്ട് കണക്റ്റഡാണ്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ആ കുഞ്ഞു ഹൃദയങ്ങളിലേക്ക്, കുഞ്ഞു മനസ്സുകളിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുന്നെന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം നോർമലായിട്ട് കാണുന്ന പരുവത്തിലാക്കുകയും അങ്ങനെ ഇവഞ്ച്വലി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പൈശാചിക പ്രവർത്തനത്തിലേക്ക് വാതിൽ തുറക്കുന്നൊരവസ്ഥയാവും. ബൈബിളിൽ റോമർ 12:2 നമ്മൾ വായിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ബോൺ അഗെയിൻ ചിൽഡ്രൻ ഓഫ് ഗോഡ്, യേശു കർത്താവിൽ വീണ്ടും ജനന അനുഭവമുള്ള ദൈവമക്കൾ ഈ ലോകത്തിൻ്റെ വഴിയെ പോകരുത് എന്നാണ് ബൈബിൾ പറയുന്നത്. നാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം നമ്മളെ അലൈൻ ചെയ്യണം, നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണം. ഈ ലോകത്തിൽ മീഡിയയും ട്രെൻഡുകളുമൊക്കെ എപ്പോഴും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ബൊമ്പാഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ആത്മീക യുദ്ധം യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് വളരെ സറ്റിലായി, റിലൻലെസ്സായി, അതായത് ഒരിക്കലും നിൽക്കാത്ത ഒരു യുദ്ധമാണ്. അടുത്ത തലമുറയുടെ കുഞ്ഞു ഹൃദയങ്ങളെയും മനസ്സുകളെയും ടാർഗറ്റ് ചെയ്യുന്ന, ലക്ഷ്യം വെക്കുന്ന ഒരു യുദ്ധമാണ്. അപ്പോൾ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഇപ്രകാരമുള്ള പദപ്രയോഗങ്ങൾ പറയുന്നത്, റെപ്പറ്റേറ്റീവായിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ നിങ്ങൾ കളിയായിട്ടുള്ള രീതിയിൽ പറയുന്നതായിരിക്കാം, പക്ഷേ ഇപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് നിർത്തണം. കാരണം അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പറഞ്ഞു പോയാൽ പൈശാചിക മണ്ഡലത്തിലേക്ക് നിങ്ങൾ വാതിൽ തുറക്കുകയായിരിക്കും. നിങ്ങളുടെ നാവിനെയും നിങ്ങളുടെ അധരത്തെയും വായയെല്ലാം ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനും യേശു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും നിങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളോട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, ബി കെയർഫുൾ ആൻഡ് ബി ഡിലിജൻറ്റ്.
വളരെ കെയർഫുള്ളായി ജാഗരൂകരായിരിക്കണം. ഈ കാലഘട്ടത്തെ നിങ്ങൾ വിവേചിക്കണം. നിങ്ങളുടെ കുഞ്ഞ്, അത് മകനായാലും മകളായാലും, ഇപ്രകാരമുള്ള ആപത്തുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടി അങ്ങനെ അവരുടെ ജീവിതം നശിക്കാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. 1 പത്രോസ് 5:8 പറയുന്നത്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പിശാച് ഒരു രീതിയിലും റെസ്റ്റ് ചെയ്യുന്നില്ല. അവൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നാം സ്പിരിച്വലി അലേർട്ടായിരിക്കണം. നാം ആത്മീകമായി ഉണർന്നിരിക്കണം. നമ്മുടെ അടുത്ത തലമുറയുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കണം. അവരെ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതങ്ങളുടെ ചുറ്റിനും ആത്മീക വിവേചനവും ആത്മീക കവചവും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? 12 വഴികൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ മാധ്യമങ്ങളും പൈശാചിക സ്വാധീനവും അവ തമ്മിലുള്ള കണക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം 1 യോഹന്നാൻ 4:4 പറയുന്നത്, നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. ലോകത്തിൽ ഉള്ളവനാരാ? പിശാച്. നമ്മളിൽ, അതായത് യേശു കർത്താവിൽ വീണ്ടും ജനന അനുഭവം ഉള്ള വ്യക്തിയിൽ വസിക്കുന്നതാരാ? പരിശുദ്ധാത്മാവാം ദൈവം. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നമ്മളിൽ ഉള്ളിൽ വസിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിലുള്ള യേശു കർത്താവ് ലോകത്തിലുള്ള പിശാചിനേക്കാൾ വലിയവനാണ്. സോ പരിശുദ്ധാത്മാവ് നിങ്ങളെ യേശു കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ, സ്റ്റാൻഡിങ് സ്ട്രോങ് ആയി നിൽക്കുവാനായിട്ടുള്ള രീതിയിൽ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഒരു ബ്ലെസ്സിങ് ആയെങ്കിൽ ഇതും കൊണ്ട് മറ്റുള്ളവർക്കും കൂടെ ഒരു അനുഗ്രഹമാകേണ്ടതിനായി നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പുകൾ, നിങ്ങളുടെ യൂത്ത് ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ സൺഡേ സ്കൂൾ ഗ്രൂപ്പുകൾ, ആർക്കെല്ലാമാണോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ അവർക്കൊരു ബ്ലെസ്സിങ് ആകുന്നത്, സോ ദാറ്റ് അവരും നേരിൻ്റെ വഴിയിൽ, ദൈവത്തിൻ്റെ വഴിയിൽ ക്രമീകരിക്കേണ്ടതിനായി അവർക്കും ഇടയായിത്തീരട്ടെ. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.